മക്കളെ, എല്ലാവർക്കും സുഖങ്ങളും സന്തോഷങ്ങളും നേരും. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് അറബി അക്ഷരങ്ങൾ എങ്ങനെ എഴുതാം, എങ്ങനെ വായിക്കാം. നമുക്കെല്ലാവർക്കും അറബിയിൽ 28 അക്ഷരങ്ങളാണ്. ലാം അലിഫ് കൂട്ടുമ്പോൾ 29 അല്ലെങ്കിൽ 28. ലാം അലിഫ് കൂട്ടുമ്പോൾ 29 അല്ലാത്ത പക്ഷം 28 അക്ഷരങ്ങളുമാണ് അറബിയിലുള്ളത്. നമുക്ക് ലാം അലിഫ് കൂട്ടിയിട്ട് 29 അക്ഷരത്തെയും അതിൻ്റെ രൂപത്തിൽ എഴുതാനും വായിക്കാനും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അതിമഹത്തായ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആരംഭിച്ചാലോ? അതെ, തുടങ്ങാം. മക്കൾ ബോർഡിലേക്ക് ശ്രദ്ധിക്കും. ഈ കാണുന്ന അക്ഷരത്തിന് എന്താ പറയാ? അതേ, മക്കൾ വായിക്കുന്നുണ്ട്. അലിഫ്. എന്ത് വായിക്കണം? അലിഫ്. എങ്ങനെ വായിക്കണം? അലിഫ്. അതെ, അലിഫ് എന്നൊക്കെ ചിലർ വായിക്കുന്നുണ്ട് നല്ല ആവേശത്തിൽ. അങ്ങനെയല്ല ഇതിൻ്റെ യഥാർത്ഥ വായന. അലിഫ്, 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 അലിഫ്. മക്കളൊന്ന് കൂടെ പറയും, വളരെ നോർമലായിട്ട് ഭാരം കൊടുക്കാതെ. അലിഫ്, അലിഫ്, അലിഫ്. ഇൻഷാ അല്ലാഹ്. എങ്ങനെയാണ് എഴുതുക? മുകളിൽ നിന്നും താഴോട്ട്, മുകളിൽ നിന്നും താഴോട്ടാണ് അലിഫ് എഴുതേണ്ടത്. താഴെ നിന്ന് മുകളിലോട്ടല്ല, ഇടത്തുനിന്ന് വലത്തോട്ടല്ല, വലത്ത് നിന്ന് ഇടത്തോട്ടല്ല, ചെരിഞ്ഞിട്ടോ വളഞ്ഞിട്ടോ ഇങ്ങനെയൊന്നുമല്ല അലിഫ് എഴുതേണ്ടത്. അലിഫ് എഴുതേണ്ട രൂപം മുകളിൽ നിന്നും താഴോട്ട്. വളരെ സിമ്പിൾ അല്ലേ? അതെ, അലിഫ് എഴുതേണ്ട രൂപം മുകളിൽ നിന്നും താഴോട്ടാണ്. മക്കള് ഈ അക്ഷരം മറക്കും ഇല്ല. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വേറൊരു അക്ഷരത്തെ കുറിച്ച് പഠിക്കാം. അല്ലാഹു തൗഫീഖ്